പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഡോക്ടർ മനുവിനോട് പറഞ്ഞായിരുന്നു അലീനയുടെ ശരീരത്തിൽ ഒന്നെങ്കിൽ ഹൈ ഡോസ് മയക്കുമരുന്ന് അതുമല്ലെങ്കിൽ അളവിൽ അധികമുള്ള ഉറക്കഗുളിക എന്തെങ്കിലും ചെന്നിട്ടുണ്ട് എന്ന് പറഞ്ഞായിരുന്നല്ലോ. അതൊരിക്കലും അലീന തന്നെ കഴിക്കില്ല എന്ന് മനുവിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ മനു അലീനയെ കാണാനായിട്ട് കയറി ചെല്ലുമ്പം എന്താണ് സംഭവിച്ചത്, ധൈര്യമായിട്ട് പറ എന്ന് പറയുമ്പം അലീന നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് കേട്ട് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ മുറുക്കി പിടിച്ചിരിക്കുവാണ് മനുവിന് അതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് വീട്ടിലേക്കൊരു വരവുണ്ട്. മനു കയറി വരുന്ന കണ്ടുകൊണ്ട് നമ്മുടെ മാസീൻ നമ്മുടെ ലാലേട്ടനൊക്കെ കയറി വരുന്നവരെ അങ്ങ് കയറി വരുന്നു. എല്ലാ കാര്യങ്ങളും സോൾവായി എന്നോർത്ത് വളരെ സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങി പോകാൻ തുടങ്ങുമായിരുന്നു. ഹരിയുടെ റൂമിലേക്ക് ചെന്ന് പുറത്തുനിന്ന് അകത്തുനിന്ന് ലോക്ക് ചെയ്യുന്നു. എന്നിട്ട് ഹരിക്കിട്ട് നല്ലത് കൊടുക്കുന്നുണ്ട്, എടുത്തിട്ട് അടിക്കുന്നു, നല്ല രീതിയിൽ കൊടുക്കുന്നു. അതുപോലെ തന്നെ രോഹിത്തിനും കൊടുക്കുന്നുണ്ട്. രോഹിത്ത് അല്ലെങ്കിൽ തന്നെ പേടിച്ച് പകുതി ചത്ത അവസ്ഥയിലായിരുന്നു. അവൻ പേടിച്ച് വിറച്ചിരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ഇത് മനുവെങ്കിലും ചെയ്യണമായിരുന്നു. കാരണം വൈജയന്തിക്ക് നല്ല സംശയമുണ്ട്. എന്നിട്ടും വൈജയന്തി രോഹിത്തിനെ ഒന്ന് ചോദ്യം ചെയ്യാനോ കാര്യങ്ങൾ അറിയാനോ ശ്രമിക്കുന്നില്ല. കാരണം അലീനയല്ലേ, പ്രശ്നമില്ല എന്നുള്ള ഒരു രീതിയിൽ. ഏതായാലും മനു ഇങ്ങനെ ചെയ്തത് എന്തായാലും നന്നായി. ഇനിയെങ്കിലും അവന്മാർ നന്നാവോ എന്ന് നമുക്ക് നോക്കാം. ഏതായാലും ഈ തല്ലെല്ലാം കഴിഞ്ഞിട്ട് റൂമിൽ നിന്ന് ബഹളം കണ്ടിട്ടായിരിക്കും കമല ഓടിക്കേറി വരുന്നുണ്ട്. അവിടുന്ന് കമലെ പോലും മൈൻഡ് ചെയ്യാതെ ദേഷ്യത്തിൽ പുറത്തേക്ക് ഇറങ്ങി വരുവാണ് മനു ഇറങ്ങിപ്പോയി കഴിയുമ്പം സംഭവം എന്താണ് എന്ന് മനസ്സിലാകാൻ വായും പൊളിച്ച് നിൽപ്പുണ്ട് കമല. ഇതൊക്കെ പ്രമുഖമായിട്ട് കാണിച്ചത്.